എനിക്ക് ഒരു ഒരു അനുഭവം കൂടി പറയാം. എറണാകുളം ഷോറൂം ഇനാഗ്രേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം 2 കക്ഷികൾ അവിടെ വന്നു ഷോറൂം കാണാൻ. അപ്പോൾ സെയിൽസ്മാൻമാരൊക്കെ പോയിട്ട് ഇവരോട് ഏത് ഫ്രെയിമാണ് സാറിന് വേണ്ടതെന്ന് ചോദിച്ചു. ഇവർ പ്രതികരിക്കുന്നില്ല. ആ സമയത്ത് ഞാൻ ഷോറൂമിനകത്തുണ്ടായിരുന്നു. ഞാൻ ഇവരോട് ചോദിച്ചു, എന്തായിരുന്നു? ഞങ്ങൾ ഇതുപോലെ സ്ഥാപനം നടത്തുന്ന 2 പേരാണ്, നിങ്ങളുടെ സ്ഥാപനം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഓ, ഞാൻ എൻ്റെ ഷോറൂം മൊത്തം ഞാൻ തന്നെ ഇവരെ കൂട്ടിയിട്ട് എല്ലായിടവും കാണിക്കുകയും ഞാൻ പർച്ചേസ് ചെയ്യുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഇവർ ചോദിച്ച സംശയങ്ങൾ 100% ദൂരീകരിക്കുകയും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അതിൽ ഒരു 55 വയസ്സോളം പ്രായമുള്ള ഒരു കക്ഷിയുണ്ട്. ഇദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ മുഖത്തൊരു ചുംബനവും തന്നു. അദ്ദേഹത്തിൻ്റെ 2 കണ്ണൊന്നും ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം കിനിയുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം കിട്ടുന്ന ഒരു അനുഭവമാണിത്. എന്ത്? ഒരേ ഫീൽഡിലുള്ള ഒരാൾ മറ്റൊരാൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വശങ്ങളും തുറന്നു പറയുന്നു, ഒന്നും ഹൈഡ് ചെയ്യാതെ. അങ്ങനെ ആയിരിക്കണം ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഇവിടെ ഹൈഡ് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല. ഹൈഡ് ചെയ്യുന്നവൻ വിഡ്ഢിയാണ്, വിവരദോഷിയാണ്. എന്താണ് ഇവിടെ ഹൈഡ് ചെയ്യാനുള്ളത്? നേരെ മറിച്ച് വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവൻ ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവൻ ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അതിന് ആവാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. കഠിനാധ്വാനം ചെയ്യാൻ കേരളം വിട്ട് പുറത്താണെങ്കിൽ അവൻ അധ്വാനിക്കും. കുറുക്കു വഴികളൊന്നിനുമില്ല. ഒന്നിനും കുറുക്ക് വഴിയില്ല. അധ്വാനിക്കുകയാണെങ്കിൽ ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ഈ ലോകത്ത് വേറെ ഒരു ലോകത്തും ജീവിക്കുന്നേക്കാളും സുഖമായിട്ട് ജീവിക്കാനുള്ള അത്രയും മനോഹരമായ ദൈവം കനിഞ്ഞു നൽകിയ ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. വിഷൻ വേണം, കാഴ്ചപ്പാട് വേണം. ഇപ്പം താങ്കൾ എൻ്റെ അടുത്തേക്ക് ഇന്ന് ഈ ഓഫീസിൽ ഞാനും താങ്കളുമായിട്ട് ഈ കൂടിക്കാഴ്ച, താങ്കളുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ താങ്കളുടെ മനസ്സിൽ താങ്കൾ പ്ലാൻ ചെയ്തതാണത്. തീർച്ചയായും അതാണ് നമ്മളിവിടെ എത്തിച്ചേരാൻ. അതാണ്. അതില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നമ്മളൊരു ബസ്സിൽ കയറുന്നെങ്കിൽ സ്റ്റോപ്പ് നമ്മൾ കാണാം. ബാംഗ്ലൂരിലേക്ക് പോകുന്നെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്നു എന്ന് കരുതിയിട്ട് ആ വാഹനത്തിൽ കയറിയാലേ നമ്മൾ ബാംഗ്ലൂർ എത്തൂ. ചുമ്മാ യാത്ര ചെയ്താൽ നമ്മൾ ബാംഗ്ലൂരിൽ എത്തില്ല. അതിനെ നമ്മൾ ആ വിഷൻ വേണം. ആ വിഷനാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്നതും മുന്നോട്ടുള്ള യാത്രയിലേക്ക്. മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് എന്തും ചോദിക്കുന്നത് എന്തും ദൈവം തരും. നമ്മൾ ചോദിക്കുന്ന ഒന്നും ദൈവം തരാതിരിക്കില്ല. പക്ഷേ എന്തു വേണം? ചോദിക്കുമ്പോൾ നമ്മളെടുത്ത് അല്പം മൂല്യം വേണം. ഞാൻ ദൈവത്തോട് ഞാൻ ചോദിച്ചാൽ ദൈവം എനിക്ക് തരണം എന്ന്, അല്ലെങ്കിൽ തന്നിരിക്കും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതിന് ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ നമ്മളെല്ലാവരെയും വഴിപിഴപ്പിക്കുന്ന ശൈത്താൻ, ഇദ്ദേഹം ആദം എന്ന് പറയുന്ന മനുഷ്യനെ ആദ്യം ദൈവം സൃഷ്ടിച്ച സമയത്ത് ആദമിനെ, അതായത് മനുഷ്യന് സാഷ്ടാംഗം ചെയ്യാൻ ഈ മാലാഖമാരുടെ ചീഫായിട്ടിരിക്കുന്ന ഇദ്ദേഹത്തോട് ദൈവം കൽപ്പിച്ചു. ഇദ്ദേഹം പറഞ്ഞു, തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സാഷ്ടാംഗം ചെയ്യില്ല. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്ത ഈ മാലാഖമാരുടെ ഹെഡിനെ ദൈവം സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയാണ്. ആ സമയത്ത് ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ അനുസരിക്കാത്തത് കൊണ്ട് നീ എന്നെ പുറത്താക്കുന്നു. ഓക്കെ, അത് ഞാൻ അംഗീകരിച്ചു. പക്ഷേ ഇത്രയും കാലം നിൻ്റെ ആജ്ഞകളനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ട്. നീ നീതിമാനാണ്. നീ അതുകൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്, അത് നീ അംഗീകരിക്കണം. ദൈവം നീതിമാനാണ്, ദൈവത്തിന് നിഷേധിക്കാൻ പറ്റില്ല. അന്ന് വരെ ദൈവത്തിൻ്റെ ആജ്ഞകളനുസരിച്ച് ഇവൻ ജീവിച്ചിട്ടുണ്ട്. ദൈവം ഇവനോട് പറയാണ്, നീ ചോദിക്കുക, എന്താണ് നിനക്ക് വേണ്ടത്? ഇവൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? നീ സൃഷ്ടിക്കുന്ന മനുഷ്യരാശിയെ
ഉത്കൃഷ്ടമായ മനുഷ്യ സമൂഹത്തെ അവൻ ഭൂമിയിൽ അവന് വഴി തെറ്റിക്കാനുള്ള കഴിവ്, അവൻ്റെ രക്തധമനിയിലൂടെ വരെ കയറിയിട്ട് അവനെ വഴി തെറ്റിക്കാനുള്ള കഴിവ് എനിക്ക് തരണം. നീതിമാനായ ദൈവം അവനത് കൊടുത്തു. കൂട്ടത്തിൽ പറഞ്ഞു, എൻ്റെ യഥാർത്ഥ ദൈവവിശ്വാസിയെ നിനക്ക് വഴിതെറ്റിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ്റെ ആവശ്യത്തെ അംഗീകരിച്ചു കൊടുത്തു. എന്തുകൊണ്ട് ദൈവത്തിന് അത് അംഗീകരിക്കേണ്ടി വന്നു? ഇവന് പറഞ്ഞു, നിൻ്റെ ആജ്ഞകളെ ഞാൻ അനുസരിച്ചിട്ടുണ്ട്. നിന്റെ ആജ്ഞാവർത്തിയായിട്ട് നിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ഇത്രയും കാലം ഞാൻ അതിനുള്ള പ്രതിഫലം എനിക്ക് വേണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് തരില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ദൈവം നീതിമാനല്ല. അവർക്ക് വരെ കൊടുത്തു എങ്കിൽ നമ്മളിവിടെ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ ലോകത്ത് അല്ലലും അലട്ടുമില്ലാതെ സുഖകരമായിട്ടൊരു ജീവിതം അല്ലേ? അത്രയും വലിയ കാര്യം ചോദിച്ച് കൊടുത്തെങ്കിൽ അത് അത്രയൊന്നും പാവങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത നമുക്ക് എന്തുകൊണ്ട് കിട്ടില്ല? പക്ഷേ മുന്നിൽ വെക്കാൻ എന്തെങ്കിലും വേണം. എന്ന് പറയുന്ന വ്യക്തി, ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് മദ്യം ഹറാമാണ്. ഞാൻ ഈ 45 വയസ്സ് പ്രായത്തിൻ്റെ ഉള്ളിൽ മദ്യത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അത് മധുരമാണോ, പുളിയാണോ, കഴിപ്പാണോ എന്ന് ഞാൻ ഇന്ന് വരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ദൈവം നിഷിദ്ധമാക്കിയതാണ്. അതുപോലെ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഇല്ല, അതാണ് നമ്മൾ മുമ്പിൽ വെക്കാൻ പറ്റുന്ന കാര്യം. അപ്പം നാളെ മനുഷ്യനല്ലേ തെറ്റുകൾ വന്നിട്ടുണ്ടാവും. നാളെ ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് പറയാൻ പറ്റണം, നീ നിഷിദ്ധമാക്കിയത് കൊണ്ട് എനിക്ക് ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിരുന്നു മദ്യസേവ നടത്താൻ. എനിക്ക് നീ അതിനുള്ള അവസരങ്ങൾ തന്നിരുന്നു, അതിനുള്ള സാമ്പത്തികം തന്നിരുന്നു, ചുറ്റുപാടുകൾ തന്നിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ട്? നീ നിഷിദ്ധമാക്കിയത് കൊണ്ട്, നിന്നെ അതുകൊണ്ട് എൻ്റെ ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ നീ പുറത്തു തരണം എന്ന് പറയാൻ എനിക്ക് കഴിയും എന്ന് പൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ടെങ്കിൽ നമ്മളത് പ്രസന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ചോദിക്കാനുള്ള അവകാശം, അത് ആധികാരികമായിട്ട് ചോദിക്കാൻ ദൈവത്തോട് നമുക്ക് ചോദിക്കാം. ദൈവം നമ്മുടെ സൃഷ്ടാവല്ലേ ദൈവം.